ജനം നോക്കുകുത്തിയാകരുത് എന്നതിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ ഇന്ത്യ വലിയ ഭീഷണിയെ നേരിടുകയാണ്. സമ്പ്രദായം കൊണ്ട് ജനാധിപത്യമാണെങ്കിലും നയിക്കുന്നത് ഫ്യൂഡലിസമാണ്. ഫ്യൂഡലിസവും കേരളത്തിലാണെങ്കിൽ പണക്കൊള്ളയുമാണ് നടക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ന്യായീകരണം പറഞ്ഞ് കൊള്ള ചെയ്യുന്ന ഒരു ഭരണാധികാരികളാണ് നമുക്കുള്ളത്. ഇത് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല, എല്ലാ ജനത്തിനും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ കാര്യത്തിൽ പ്രതിരോധിക്കാൻ ഇന്ന് രാജ്യത്തുള്ളത്, കേരളത്തിലുള്ളത് പ്രധാനമായിട്ട് കോൺഗ്രസ്സാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതാക്കൾ അധികവും ആ ഒരു തിരിച്ചറിവോ നന്മയോ ഇല്ലാത്തവരാണ്. ഒരു തരം വാഴപ്പള്ളികൾ, ഒരു ധാർമ്മികത, ആത്മബോധം ഉള്ള മനുഷ്യർക്ക് ശക്തമായി നീങ്ങേണ്ട സമയത്ത് അവർ വർഗീയ കക്ഷികളുടെയും പുരോഹിതന്മാരുടെയും അതുപോലുള്ള ചില സാധാ പണക്കാരുടെയും പിന്നാലെ പായുകയാണ്. ഇതിൻ്റെ കെടുതികളെല്ലാം അനുഭവിക്കുന്ന സാമാന്യ ജനത്തിൽ കോൺഗ്രസ്സുകാർക്ക് വിശ്വാസമില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണല്ലോ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർ മറ്റ് ഇസ്ലാം മത സംഘടനകളുമൊക്കെ അവരുമായിട്ട് സൗഹൃദ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന സമൂഹത്തെ അവർ മനുഷ്യരായിട്ട് പോലും കാണുന്നില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ അവർ നിൽക്കേണ്ടത് മനുഷ്യരോടൊപ്പമാണ്, സമൂഹത്തോടൊപ്പമാണ്. നീതി നിഷേധിക്കപ്പെട്ട മുഖ്യ സമൂഹത്തോടൊപ്പം നിൽക്കേണ്ട കോൺഗ്രസ്സുകാർ വർഗീയ കക്ഷികളുടെ പിന്നാമ്പുറങ്ങളിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അവരുടെ യോഗ്യതയും നമുക്ക് സംശയിക്കണം. ഇങ്ങനെ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിനെ ഇടക്കാലം കൊണ്ട് നയിച്ചതും കൊണ്ടു നടന്നതുമെല്ലാം ഇന്ദിരാഗാന്ധിയും കെ കരുണാകരനുമായിരുന്നു. അവർക്ക് അവരുടെ അധികാരം ശ്വാസം നിലനിർത്താൻ വേണ്ടിയുള്ള പൊളിറ്റിക്സാണ് അവർ കളിച്ചത്, രണ്ടുപേരും. അതിന് ധാർമ്മികമായിട്ട് ഭരണത്തിൽ വരേണ്ട ആൾക്കാരെ അല്ല, അനുയായികളെ, ചിങ്കിടികളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത്. ജനം ജാഗ്രതയായിട്ടിരിക്കണം, തിരിച്ചറിയണം. എന്നിട്ട് നോക്കൂത്തിയാകാതെ ഫലപ്രദമായിട്ട് കിട്ടിക്കണം.